ശിവസേനയും എൻസിപിയും പിളർന്ന് രണ്ട് കഷണങ്ങളായ ശേഷം നടക്കുന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പാണ് മഹാരാഷ്ട്രയിലേത്. സംസ്ഥാനത്ത് ആകെ 48 സീറ്റുകൾ. 2019 മിക്ക സീറ്റുകളിലും വിജയിച്ചത് NDA. 5 വർഷം പിന്നിടുമ്പോൾ ഭരണകക്ഷിക്ക് അത്ര ആശാവഹമല്ല കാര്യങ്ങൾ. പിളർപ്പും കൂടുമാറ്റവും മൂലം കുഴഞ്ഞുമറിഞ്ഞു കിടക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ ജനം ആർക്കൊപ്പമാണ് എന്നറിയാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തിരുന്നേ മതിയാകൂ. മീഡിയ 1 ഇലക്ഷൻ ഇന്ത്യ എക്സ്പ്രസ് മഹാരാഷ്ട്രയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള രണ്ടാമത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. കഴിഞ്ഞ 2-3 വർഷമായി നാടകീയമായ ഒട്ടനേകം രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്ക് സാക്ഷിയായ സംസ്ഥാനം കൂടിയാണിത്. ഒരു ഭാഗത്ത് മഹായുദ്ധി എന്ന പേരിലുള്ള NDA സഖ്യം, മറുഭാഗത്ത് മഹാവികാസ് അഘാടി എന്നുള്ള പേരിലുള്ള UPA സഖ്യം, പഴയ UPA സഖ്യം. BJPയും ശിവസേനയിലെ ഏക്നാഥ് ഷിൻഡെ പക്ഷവും അജിത് പവാറിന്റെ NCPയും ഉൾപ്പെടുന്ന മഹായുതി സഖ്യം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഉദ്ധവ് താക്കറെയുടെ ശിവസേന, ശരത് പവാറിന്റെ NCP, ഒപ്പം കോൺഗ്രസും ഉൾപ്പെടുന്ന മഹാവികാസ് അഘാടി. ഇരു കക്ഷികൾക്കും തലവേദനയായി പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ അഘാടി. ഇക്കുറിയും മഹാരാഷ്ട്ര അപ്രവചനീയതയുടെ വിളനിലം തന്നെയാണ്. പിളരാത്ത ശിവസേനക്കൊപ്പം മത്സരിച്ച് കഴിഞ്ഞ തവണ 23 സീറ്റുകൾ നേടിയ BJP ഇക്കുറിയും വലിയ സന്നാഹങ്ങളോടെയാണ് പോരിനിറങ്ങുന്നത്. ശിവസേനയെയും NCPയെയും പിളർത്തി പ്രബല വിഭാഗങ്ങളെ കൂടെ കൂട്ടിയ BJP 30-ലധികം സീറ്റുകൾ ഇത്തവണ മഹാരാഷ്ട്രയിൽ നേടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ അടുത്തിടെയായി പുറത്തു വന്ന പല സർവേ റിപ്പോർട്ടുകളും BJPക്ക് വലിയ ആത്മവിശ്വാസം പകരുകയും ചെയ്യുന്നു. महाराष्ट्र में भारतीय जनता पार्टी 48 से 48 सीटें 48 आउट ऑफ 48 सीट्स जीतने में सफल होगी, इसमें किसी प्रकार का संदेह नहीं है. शिवसेना पूरी तरह से जो बाला साहब ठाकरे की शिवसेना है वो भारतीय जनता पार्टी के साथ है. असली जो NCP है वो भारतीय जनता पार्टी के साथ है. സർവേ ഫലങ്ങൾ BJPക്ക് അനുകൂലമെങ്കിലും കടുത്ത ഭരണവിരുദ്ധ വികാരവും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും താഴെത്തട്ടിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇത് പരമാവധി ആയുധമാക്കിയാണ് മഹാവികാസ് അഘാഡിയുടെ പ്രചാരണ തന്ത്രങ്ങൾ. സംസ്ഥാനത്ത് മഹാവികാസ് അഘാടി സഖ്യം ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ്. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന പക്ഷം, അതുപോലെ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP സഖ്യം, ഇവരുടെ കൂടെ നിന്നൊക്കെ ഒരുപാട് നേതാക്കന്മാരൊക്കെ കൊഴിഞ്ഞു പോയി എങ്കിലും താഴെത്തട്ടിലുള്ള പ്രവർത്തകർ തങ്ങളെ തുണക്കുമെന്ന്, അവരുടെ വോട്ടെല്ലാം ഇത്തവണ തങ്ങൾക്ക് തന്നെ ലഭിക്കുമെന്നാണ് അവർ കരുതുന്നത്, അവർ പ്രതീക്ഷിക്കുന്നത്. ശരത് പവാർ ഉള്ളതാണ് NCPയുടെ ബലമെങ്കിൽ ഉദ്ധവ് ഉള്ളതാണ് ശിവസേനയുടെ കരുത്ത്. ഭാരത് ജോഡോ ന്യായയാത്രയുണ്ടാക്കിയ ആരവം വോട്ടായി മാറുമെന്ന് കോൺഗ്രസും പ്രതീക്ഷിക്കുന്നു. ചിഹ്നവും പേരും നഷ്ടമായെങ്കിലും താഴെത്തട്ടിലുള്ള പ്രവർത്തകർ തങ്ങൾക്കൊപ്പമെന്ന് NCP നേതാക്കൾ ഉറച്ചു പറയുന്നു. The people who left us, and I will name them, the Ajit Pawar faction, the Ajit Pawar group, they will be decimated. Read my lips, they will be decimated in Maharashtra. After these elections, even the BJP will not have any need for them. അതിനിടെ പ്രകാശ് അംബേദ്കറിന്റെ വഞ്ചിത് ബഹുജൻ അഘാടി ദലിത് വോട്ടുകൾ സമാഹരിക്കുമോ എന്ന ആശങ്ക മഹാവികാസ് അഘാഡിക്കുണ്ട്. പ്രകാശ് അംബേദ്കറെ ഒപ്പം കൂട്ടാനുള്ള ഇന്ത്യ മുന്നണിയുടെ ശ്രമങ്ങൾ ഇതുവരെ വിജയം കണ്ടിട്ടുമില്ല. ദളിത് വോട്ടുകൾ നിർണായകമായ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ 2019 VBA കാരണം കോൺഗ്രസിന്റെ വോട്ടുകൾ ഭിന്നിച്ചു പോവുകയും അങ്ങനെ തന്നെ 10ഓളം സീറ്റുകൾ കോൺഗ്രസ് NCPക്ക് നഷ്ടപ്പെടുകയും ചെയ്തു എന്നാണ് തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഇത്തവണ ഒരു പരിധിവരെ ഉദ്ധവ് താക്കറെ തടയും എന്നുള്ളൊരു വിശ്വാസം കോൺഗ്രസിനും NCPക്കുമൊക്കെ ഉണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റവും വിളകൾക്ക് മിനിമം താങ്ങുവില ലഭിക്കാത്തതും ഗ്രാമീണ മേഖലയിൽ BJPയുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു. നഗരത്തിൽ നിലവിലുള്ള ഭരണത്തിനെതിരെ അമർഷവും ജനം രേഖപ്പെടുത്തുന്നുണ്ട്. ईमानदार आदमी है. ईमानदार और कौन? उद्धव जी. हाँ, बाला साहब ठाकरे को धोखा दे दिया लोगों ने. कितनी बड़ी बात हो गई, शर्म आनी चाहिए उन लोगों को. शिवसेना, उदय शिवसेना, उदय शिवसेना. उदय जी का अच्छा पकड़ है, पहले से पकड़ है. महाराष्ट्र में पकड़ है. 25 साल से आज उनका सरकार है BMC में, 25 ईयर से शिवसेना का. तो हम लोग चाहते हैं कि वो रिपीट में हम वो आए. കേന്ദ്രത്തിൽ ഇനി ആര് വരണമെന്നുള്ള കാര്യത്തിൽ നിർണായകമായ പങ്ക് വഹിക്കേണ്ട സംസ്ഥാനം എന്നതിനപ്പുറം ശിവസേനയ്ക്കും NCPക്കും അഭിമാന പോരാട്ടം കൂടിയാണ് ഇത്തവണ മഹാരാഷ്ട്രയിലേത്. മുംബൈയിൽ നിന്നും മുഹമ്മദ് അബ്ബാസിനൊപ്പം PC സൈഫുദ്ദീൻ, ഇലക്ഷൻ ഇന്ത്യ എക്സ്പ്രസ്, മീഡിയ 1.